അസ്സലാമലൈക്കും. സത്യം പറയടാ, അന്ന് റൂമിലെ ഫ്ലവർ വേസ് എങ്ങനെയാടാ പൊട്ടിയത്? അത് അത് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ഷാനു. ബാം നോക്കാൻ പോയപ്പോൾ എൻ്റെ കൈത്തട്ടി വീണതാണെന്ന്. സത്യം സത്യം പോലെ പറഞ്ഞോ, ഇല്ലെങ്കിൽ ഈ റൂമിലിട്ട് തീർക്കുന്നില്ല ഞാൻ. അറിയാലോ എൻ്റെ സ്വഭാവം. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്ത് കാണിക്കും. അവൻ്റെ മുഖമടിച്ച് ഒന്ന് പൊട്ടിച്ചുകൊണ്ട് പറഞ്ഞു. അടിയുടെ ശക്തിയിൽ അവൻ നിലത്തേക്ക് വീണുപോയിരുന്നു. തലയിലാകിയൊരു മരിവെപ്പ് പോലെ. അവിടുന്ന് അവനെ തൂക്കിയെടുത്ത് കഴുത്തിൽ പിടിമുറുക്കി ഭിത്തിയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടവൻ പറഞ്ഞു, നീ സത്യം പറയുന്നോ? അത് എൻ്റെ കൈകൊണ്ട് നീ തീരുന്നോ? ഇടതു കൈയാണെങ്കിലും ഇതുവരെ ഇല്ലാത്ത ശക്തിയായിരുന്നു അപ്പോൾ അവൻ്റെ കൈക്ക്. ആ സമയം ഷാനുവിൻ്റെ കയ്യിൽ കിടന്ന് അവൻ ശ്വാസത്തിന് വേണ്ടി പിടയുന്നുണ്ടായിരുന്നു. ഷാനു, ഞാൻ പറയാം, എന്നെ ഒന്നും ചെയ്യരുത്. ചെയ്യണോ ചെയ്യണ്ടേന്ന് നീ പറഞ്ഞു കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. അവൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഷാനു ദേഷ്യത്താൽ വിറച്ചു. കണ്ണുകൾ ചുവന്നു, നരമ്പുകൾ വലിഞ്ഞു മുറുകി. അവൻ്റെ ആ ഭാവമാറ്റം കണ്ട് ഷാഹി പേടിയോടെ രണ്ടടി പിറകോട്ട് വെച്ചു. പക്ഷെ നിമിഷ നേരം കൊണ്ട് തന്നെ ഷാഹിയെ അവൻ അടിച്ചു മലർത്തി. ഷാഹിക്ക് ഒരു വിരൽ പോലും കൊണ്ട് എതിർക്കാൻ പറ്റാത്ത അത്രയും ശക്തിയിലായിരുന്നു അവൻ്റെ ഓരോ അടിയും. ഒരൽപ്പം ശ്വാസം ബാക്കി വെച്ചുകൊണ്ട് നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ തുടച്ചു മാറ്റി അവൻ ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്രയും ദിവസം മനസ്സിൽ കൊണ്ട് നടന്ന ടെൻഷൻ അവനിൽ നിന്ന് ഉരുകിയില്ലാതായിരുന്നു. ഷാനുക്ക, സമയം 8 മണി കഴിഞ്ഞില്ലേ? എഴുന്നേൽക്കുന്നില്ലേ? കുറച്ച് സമയം കൂടി കിടക്കട്ടെ പെണ്ണെ. ഇന്നലെ നേരത്തെ കയറി കിടന്നിട്ടും ഉറക്കം മതിയായില്ലേ? ഞാൻ വന്നോളാം, നീ പൊയ്ക്കോ. എന്നെ പറഞ്ഞു വിട്ടിട്ട് വീണ്ടും ഉറങ്ങാനല്ലേ? കമിഴ്ന്ന് കിടക്കുന്ന അവൻ അവളെ സംസാരം കേട്ട് മലർന്നു കിടന്നു. നിനക്കിപ്പോൾ എന്താടി വേണ്ടേ? എണീറ്റ് താഴേക്ക് വാ. താഴെ വന്നിട്ട് എന്താ കാര്യം? ഇവിടെ നിന്നാലല്ലേ കാര്യമുള്ളൂ. ഓ പിന്നെ വഷളത്തരല്ലാതെ ഈ നാവിൽ നിന്ന് വീഴൂല. ഞാൻ എൻ്റെ കെട്ടിയോളോട് സംസാരിക്കുന്നത് എങ്ങനെ വഷളത്തരാവും? നീ ഇങ്ങ് വന്നേ. അവൻ 2 കൈയും അവൾക്ക് നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കണ്ടപ്പോൾ അവൾക്ക് അവനരികിലേക്ക് പോവാതിരിക്കാൻ തോന്നിയില്ല. വരൂലേ? വരാം സാർ. വെപ്രാളത്തോടെയുള്ള ആദിയുടെ വിളിക്കേട്ട് ഷാനുവും ജിനുവും ഒരുപോലെ ഡോറിന് നേരെ നോക്കി. എന്താ ആദി? ഷാഹി വിളിച്ചിട്ട് മിണ്ടുന്നില്ല. അവൻ ഉറക്കമാവും. ഉറങ്ങുന്ന ആൾ എങ്ങനെയാണ് മിണ്ടുന്നത്? അല്ല സാർ, ഇത് വേറെ എന്തോ ആണ്. വേറെ എന്ത്? ഷാനു ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു. അവന് എന്തു സംഭവിച്ചിട്ടുണ്ട്? സാറൊന്ന് താഴേക്ക് വാ. ഉമ്മ അവിടെ ഇരുന്ന് കരയാ. ഉമ്മാക്ക് പിന്നെ കരയാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. സാറ് വരുമോ? ഞാൻ വരാം, നീ പൊയ്ക്കോ. അവൻ ചാവില്ല, പക്ഷെ ചത്ത പോലെ കിടക്കും. അതിനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട്. ഉമ്മാനെ പെങ്ങളെ തിരിച്ചറിയാത്ത അവനെ കൊല്ലേണ്ടതായിരുന്നു. അത് ചെയ്യാതെ നിന്നത് എൻ്റെ പെണ്ണിനോർത്ത് മാത്രമാണ്. മോനെ, ഷാഹി മിണ്ടുന്നില്ലടാ. സ്റ്റെപ്പിറങ്ങി താഴേക്ക് ഇറങ്ങുന്ന ഷാനുവിനെ നോക്കി പൊട്ടിക്കരച്ചിലൂടെയായിരുന്നു ഉമ്മ പറഞ്ഞത്. മിണ്ടാതിരിക്കാൻ മാത്രം. അവനെന്താ സംഭവിച്ചത്? അറിയില്ല മോനെ. ഇന്നലെ അവൻ വരുമ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട്. നിങ്ങൾ റൂമിലേക്ക് പോയതിന് പിന്നാലെ ഞാനും പോയി ഉറങ്ങി. അവൻ വന്നത് എപ്പോഴാണെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. കുറച്ച് വെള്ളം എടുത്ത് അവനെ മുഖത്തൊഴുക്കി. ചിലപ്പോൾ നല്ല ഉറക്കാവും. ഞാനൊന്ന് നോക്കട്ടെ. നീ ചോദിച്ചു വാങ്ങിയതാണ് എന്നോട്. നീ എന്നല്ല ഏതവനായാലും എൻ്റെ പെണ്ണിൻ്റെ നേരെ മോശമായ നോട്ടം നോക്കിയാൽ പിന്നെ നോക്കാൻ ആഗ്രഹം കാണാത്ത വിധം തളർത്തി കിടത്തും ഞാൻ. വെള്ളം ഒഴിച്ചിട്ട് ഒരു നരക്കം മാത്രമേ ഉള്ളൂ മോനെ, ഉമ്മ മൂക്ക് പിഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇന്നലെ വരുമ്പോൾ എവിടെയും വീണ് കാണും. അതിൻ്റെ വേദനയിലാവും കിടക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ എണീറ്റോളും. ഉമ്മ ടെൻഷനാവണ്ട. അവനെ നമുക്കിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? എന്തിനെ? അവനെ കണ്ടിട്ട് ഒരു കുഴപ്പവും തോന്നുന്നില്ല. ചെറിയൊരു മുറിവ് പോലും ഇല്ല. എല്ലാം പ്ലാനിങ്ങോടെ ചെയ്തതുകൊണ്ട് കാണാൻ പാകത്തിൽ ഒന്നും തന്നെ അവൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. ആകെയുള്ളത് അവൻ്റെ മുഖത്ത് പതിഞ്ഞ അവൻ്റെ വിരലയമാണ്. അത് ഉമ്മാൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇവനെ നമുക്ക് ബാത്റൂമിൽ കൊണ്ടുപോയി ഒന്ന് കുളിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവൻ്റെ ബോധമൊക്കെ തെളിഞ്ഞോളൂ. ആദി, നീ ഇവനെ പൊക്കി ബാത്റൂമിൽ കൊണ്ടുപോയിരുത്ത്. എന്നിട്ട് അവൻ്റെ തലവഴി കുറച്ച് വെള്ളം എടുത്തൊഴിക്ക്. അപ്പോൾ ബോധം വന്നോളൂ. ഓ, ഇവന് സാറിനെ പോലെയല്ല, നല്ല വെയിറ്റ് ഉണ്ട്. എനിക്ക് ഒരാൾക്ക് ഇവനെ തനിയെ പൊക്കാൻ കഴിയില്ല. എൻ്റെ കൈകൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ സഹായിച്ചേനെ. അയ്യോ, സാറ് ചെയ്യാൻ വേണ്ടില്ല പറഞ്ഞത്. ഇവനെ തനിയെ എനിക്ക് പൊക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ സഹായിക്കാം. കണ്ണു തുടച്ചുകൊണ്ട് ഉമ്മ മുൻപോട്ട് വന്നു. ഉമ്മാക്ക് കഴിയോ? ആ, കഴിയും. അവർ 2 പേരും ചേർന്ന് അവനെ ബാത്റൂമിൽ കൊണ്ടുവരുത്തി. പിന്നെ ഉമ്മ ആയിരുന്നു അവൻ്റെ തലവഴി വെള്ളമൊഴിച്ചത്. വെള്ളമൊഴിക്കുമ്പോൾ അവനിൽ നിന്നൊരു മൂളൽ മാത്രം കേൾക്കുന്നുണ്ട്. ഉമ്മ അവനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവന് സംസാരിക്കാനുള്ള ശേഷിയില്ല. എന്നാലും അവന് എന്ത് പറ്റിയതാവും? ആദി ആലോചനയോടെ ചോദിച്ചു. ആര് പെരുമാറിക്കാണും. നീ ഇങ്ങ് വന്നേ. ബാക്കി ഉമ്മയും മോനും ചെയ്തോളും. ആര് പെരുമാറിയാലും അവനൊരു അവാർഡ് കൊടുക്കണം. കാരണം ഇത് അവന് ആവശ്യമായിരുന്നു.
എന്തേ, അവൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ? ഏയ്, ഒന്നും ചെയ്തില്ല. പിന്നെ നീ എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, അവൻ്റെ സ്വഭാവം വെച്ച് പറഞ്ഞതാ. ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. നിന്റെ വെപ്രാളത്തോടെയുള്ള വിളി കേട്ടപ്പോൾ ഫ്രഷ് ആവാതെ ഓടി വന്നതാ. ആദി, എന്നാലും അവന് എന്താവും പറ്റിയത്? അതാണ് ജിനു ഞാനും ആലോചിക്കുന്നത്. അവനെ കണ്ടിട്ട് ആരോ പെരുമാറിയത് പോലെയുണ്ട്. പക്ഷെ കാണാൻ പാകത്തിന് അവനെ മുറിവച്ചതവോ ഒന്നുമില്ല. മർമ്മം നോക്കിയാണ് ആരായാലും അവന് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തത്. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി ആദി. എൻ്റെ പ്രാർത്ഥന പടച്ചവൻ കേട്ടു. എന്നെ വേദനിപ്പിച്ചതിന് പടച്ചവൻ കൊടുത്ത ശിക്ഷയാണിത്. അവന് സംസാരം കേട്ട് നിന്ന ഷാനു പുഞ്ചിരിയോടെ സ്വയം പറഞ്ഞു. പടച്ചവൻ കൊടുത്തതല്ലടി, നിന്റെ കെട്ടിയോ കൊടുത്തതാ. മോനെ ഷാഹി, നിനക്ക് എഴുന്നേൽക്കാൻ പറ്റുമോ? ഇല്ലെന്നവൻ തല പതിയെ ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഞാൻ ആദ്യം വിളിക്കാം. ആദ്യം ഉമ്മയും കൂടെ ചേർന്ന് അവനെ റൂമിൽ കൊണ്ടിരുത്തി. നിനക്ക് എന്ത് പറ്റിയതാണ് മോനെ? ഹോസ്പിറ്റലിൽ പോകണോ? വേണ്ട, അവൻ തല ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നിൻ്റെ ഈ കിടപ്പ് കാണാൻ പറ്റുന്നില്ല, അതാണ് ഉമ്മ പറയുന്നത് ഹോസ്പിറ്റലിൽ പോകണമെന്ന്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത്രയും നേരത്തെ സ്വരത്തിൽ അവൻ പറഞ്ഞു. ഞാൻ കുറച്ച് സമയം കിടക്കട്ടെ, നിനക്ക് ചായ കൊണ്ടുവരട്ടെ? വേണ്ട. എന്നാലും എൻ്റെ മോനെ, ഇതെന്ത് പറ്റിയത്? ആരാണ് എൻ്റെ കുട്ടിയോട് ദ്രോഹം ചെയ്തത്? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടും ഷാഹി അതേ കിടപ്പായിരുന്നു. അതിനിടയ്ക്ക് അവൻ്റെ ഷോപ്പിൽ നിന്ന് വിളിച്ചു. കോളെടുത്ത് സംസാരിച്ചത് ഉമ്മയായിരുന്നു. അവൻ ഇന്നലെ രാത്രി വരുമ്പോൾ ആക്സിഡൻ്റ് ആയെന്നും ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുകയാണെന്നും ഉമ്മ അവനോട് പറഞ്ഞു. മോനെ ഷാനു, നാളെ എങ്ങനെയാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവുക? വയ്യാത്ത ഇവനെയും കൊണ്ട് എങ്ങനെ പോവും? ഡ്രസ്സ് എടുക്കാൻ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. നാളേക്ക് അവൻ ഓക്കെ ആയില്ലെങ്കിൽ നമുക്ക് പോവാം. അവനുള്ളത് നമുക്ക് വാങ്ങിയാൽ പോരെ? ഷാനുവിൻ്റെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് കിടക്കുകയാണ് ഷാഹി. എല്ലാം ഞാനായിട്ട് ചോദിച്ച് വാങ്ങിയതാണ്, അതുകൊണ്ട് അനുഭവിച്ചേ പറ്റൂ. എന്നാലും ആരാവും ഷാനുവിനോടെല്ലാം പറഞ്ഞിട്ടുണ്ടാവുക? ജിനു പറയില്ല, ചിലപ്പോൾ ആദ്യമാവും. അല്ലെങ്കിൽ ഇനി അവനെന്തെങ്കിലും സംശയം തോന്നിക്കാണോ? സംശയം വെച്ച് അവൻ ഒരിക്കലും എന്നെ എടുത്ത് പെരുമാറില്ല. അത് ആദ്യം തന്നെയാവും. നാളെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് ആലോചിച്ച് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു ഞാൻ നെയ്തു കൂട്ടിയത്. ഒന്ന് അനങ്ങാൻ പോലും സാധിക്കാത്ത ഞാൻ എങ്ങനെ നാളെ പോവും? നാളെ പോവാതിരിക്കാൻ വേണ്ടി ഷാൻ എനിക്ക് അറിഞ്ഞ പണി തന്നതുപോലെയുണ്ട്. ജിനു അന്ന് പതിവിലും ഹാപ്പിയായിരുന്നു. അത് ഷാനു ശ്രദ്ധിക്കുകയും ചെയ്തു. പക്ഷെ അവളോട് അതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല. ഇന്നത്തെ അവളുടെ ഹാപ്പിനെസ് കണ്ടാലറിയാം അവൾ അവനെ എന്തുമാത്രം ഭയന്നിട്ടുണ്ടായിരുന്നെന്ന്. എൻ്റെ വയ്യായിക കാരണമാകും അവൾ എന്നോടൊന്നും പറയാതിരുന്നത്. എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും ആദ്യം നിന്ന് കിട്ടിയ ചെറിയ ചെറിയ വാക്കുകളിൽ നിന്ന് ഞാൻ എല്ലാം ഊഹിച്ചിരുന്നു. അന്ന് ഞാൻ പാലക്കാട് പോവാണ് പറഞ്ഞപ്പോൾ ജിനുവിൻ്റെ കണ്ണിലെ പേടി ഞാൻ കണ്ടതാണ്. പിന്നെ റൂമിലെ ഫ്ലവർ വേസ് വീണ് പൊട്ടി റൂമിൽ നിന്ന് അവൻ്റെ മോതിരവും കിട്ടി. അതൊക്കെയാണ് എനിക്ക് സംശയം വരാൻ കാരണം. അവളെ ഞാനിവിടെ തനിച്ചാക്കി പോയിരുന്നെങ്കിൽ എന്താമായിരുന്നു അവളുടെ അവസ്ഥ? പാവം, അവൻ കാരണം എൻ്റെ പെണ്ണ് ഒരുപാട് വേദന അനുഭവിച്ചു. ഇതുപോലെ ഉമ്മാനെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത ഇവനെ പോലെയുള്ള വീട്ടിലുണ്ടെങ്കിലേ നേരെ ചൊവ്വെ ഉറങ്ങാൻ പോലും സാധിക്കില്ല. നീ ഇനി പേടിക്കണ്ട. അനാവശ്യമായ ഒരു നോട്ടം പോലും നിൻ്റെ നേരെ വരാൻ അവനിന് ധൈര്യം ഉണ്ടാവില്ല. ഷാനു ആലോചിച്ചു. ഷാനുക്ക. വൈകിട്ട് പുറത്തേക്ക് പോകാൻ കഷ്ടപ്പെട്ട് ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുമ്പോഴാണ് പെണ്ണിൻ്റെ വിളി. വേഗം വന്നവൾ ആ ഡ്യൂട്ടി ഏറ്റെടുത്തു. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഷാനുക്ക? എന്നോട് പറഞ്ഞാൽ പോരെ? ഒന്ന് ശ്രമിച്ചു നോക്കിയതാ ജീനോ, ഇല്ലെങ്കിൽ കൈ അങ്ങനെ തന്നെ ആയി പോവില്ലേ? ഷാനുക്ക എവിടെ പോവാ? പുറത്ത് ഫ്രണ്ട്സിനെ ഒന്ന് കണ്ടിട്ട് വരാം. നീ വരുന്നു? ഇല്ല, ഷാനുക്ക പോയി വാ. ഉമ്മ ഷാനുക്കാനോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താണ് നിനക്ക്? ചോദിച്ചൂടെ? നീ എൻ്റെ ഭാര്യയല്ലേ? ചോദിച്ചാൽ ചിലപ്പോൾ പറഞ്ഞില്ലെങ്കിലോ? ഷാഹി എണീറ്റോ? ഇല്ല, അതേ കിടപ്പാ. എന്തെങ്കിലും കഴിച്ചോ? അല്പം ജ്യൂസ് കുടിച്ചു. നീ അവൻ്റെ പെണ്ണിനെ വിളിച്ചോ? നാളെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കാര്യം പറയാൻ? വിളിച്ചു. ഷാനുക്ക പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട്. നീ വാ, നമുക്ക് ഉമ്മാക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. ഷാനു വരുന്നത് നോക്കി ഉമ്മ ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്. എന്താ ഉമ്മ? മോനെ, നാളെ ഡ്രസ്സ് എടുക്കാൻ പോവാൻ ഞാൻ റിനുവിനെ വിളിച്ചിരുന്നു. ഇന്ന് അവൾ വരുന്നുണ്ട്. ഇന്ന് ഇവിടെ നിന്ന് നാളെ നമ്മുടെ കൂടെ വന്ന് ഡ്രസ്സ് എടുത്ത് നാളെ അവൾക്ക് വീട്ടിലേക്ക് പോവാലോ എന്നാണ് പറഞ്ഞത്. അതിനിപ്പോൾ ഞാൻ എന്താ വേണ്ടത്? അവളിപ്പോൾ ബസ് സ്റ്റോപ്പിലെത്തും. നിന്നോട് അവളെ വിളിക്കാൻ ബസ് സ്റ്റോപ്പിലേക്കൊന്ന് ചെല്ലാമോ എന്ന് ചോദിച്ചു. ഞാനോ? അത് ചോദിക്കുമ്പോൾ അവൻ ജിനുവിനെ ഒന്ന് നോക്കി. ഉമ്മ പറയുമ്പോൾ ആദ്യയുടെ നോട്ടവും അവളുടെ മുഖത്തായിരുന്നു. നീ പോവോ? ഉമ്മ വീണ്ടും ചോദിച്ചു. ഷാനുക്ക, പോയി വാ. ജിനു അവനെ നോക്കി കൈക്കൊണ്ട് ആക്ഷൻ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഉമ്മാനെ കേൾക്കെ അവളോട് ഒന്നും ചോദിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ അവളോട് ചോദിക്കാമായിരുന്നു, നീ പൂർണ്ണ സമ്മതത്തോടെയാണോ പറഞ്ഞതെന്ന്.
ആയിക്കോട്ടെ, ഞാൻ പോയി വരാം. ആദ്യം വിളിച്ച് ഉമ്മ പറഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് വിട്ടു. അവർ ചെല്ലുമ്പോൾ അവളെവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. നീ ഒത്തിരി സമയമായോ റീനോ വന്നിട്ട്? കാറിലേക്ക് കയറുന്ന അവളെ നോക്കിക്കൊണ്ടവൻ ചോദിച്ചു. ഇല്ല, ഒരു 5 മിനിറ്റേ ആയിട്ടുള്ളൂ. ഷാനുക്കാക്ക് ബുദ്ധിമുട്ടായോ? പിന്നെ ഇല്ലാതെ നല്ല ബുദ്ധിമുട്ടായി. അവൻ ഗ്ലാസ്സിൽ കൂടെ അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാരില്ല, എനിക്ക് വേണ്ടിയല്ലേ, അങ്ങ് സഹിച്ചേക്ക്. ആദ്യം എന്താ ഒന്നും മിണ്ടാത്തത്? എന്നെ മറന്നോ? നിന്നെ മറക്കാനോ? നല്ല കാര്യമായി. നിങ്ങൾ സംസാരിക്കുമ്പോഴേ അതിനിടയിൽ കയറി സംസാരിക്കണ്ടല്ലോ എന്ന് കരുതി സൈലൻ്റ് ആയതാണ്. ഷാനുക്ക് ഇപ്പോൾ ഓക്കെ ആയല്ലോ അല്ലേ? എല്ലാവരും പ്രാർത്ഥനയും കൊണ്ട് ഇന്ന് ഞാൻ പഴയ രൂപത്തിലായി. പിന്നെ കയ്യിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ഡ്രൈവ് ചെയ്യാനൊന്നും പറ്റില്ല. സാരമില്ല, പഠിച്ചവനെ ഇവിടെ വരെ എത്തിച്ചില്ലേ, ഇനി കയ്യും ഉടനെ ശരിയാവും. ഷാനുക്ക ജിനുവിനെ വിളിച്ച് എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. സമയം കിട്ടണ്ടേ റീനോ? വരാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഓരോ തിരക്ക് കാരണം ആഗ്രഹിച്ചതുപോലെ എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. ഉടനെ തന്നെ ഞാൻ നിൻ്റെ പരാതി തീർത്തു തരുന്നുണ്ട്. വീണ്ടും എന്നെ പറ്റിക്കോ? ഇല്ല, തീർച്ചയായിട്ടും വരാം. ആദ്യം ഇവിടെ നിർത്തിക്കോ, ഞാൻ വിളിക്കുമ്പോൾ നീ വന്നാൽ മതി. ഷാനുക്ക് എന്താ ഇവിടെ ഇറങ്ങിയത്? എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്, ബാക്കിയെല്ലാം ഞാൻ വന്നിട്ട് സംസാരിക്കാം. ഷാഹി ഷോപ്പിൽ പോയോ? ആദി? ഇല്ല, വീട്ടിലുണ്ട്. അവനത് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തെ ചിരി പെട്ടെന്ന് മാറി. നിങ്ങൾ പേടിക്കണ്ട, അവനെ അനങ്ങാൻ പോലും ആവാതെ കിടക്കുക. എന്തു പറ്റി അവനെ? ഈ ചോദ്യം തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുന്നത്. ഇന്ന് രാവിലെ ഷോപ്പിൽ പോകാൻ വേണ്ടി ഉമ്മ അവനെ വിളിക്കാൻ പോയപ്പോഴേ ഒരു നരക്കം മാത്രമേ ഉള്ളൂ. അവനോട് ഉമ്മ പലതവണ ചോദിച്ചു എന്താ പറ്റിയതെന്ന്. അവനൊന്നും പറയുന്നില്ല. അവൻ്റെ സ്വഭാവം വെച്ച് ആരെങ്കിലും പെരുമാറിക്കാണും. അതെ, ഇതേപോലെ തന്നെയാണ് സാറും പറയുന്നത്. അവൻ്റെ വിവാഹം അടുത്തെത്തിയില്ലേ, ഇനിയെങ്കിലും അവന് നന്നായിക്കൂടെ? പാവം, അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് സങ്കടം. അപ്പോൾ നാളെ അവനുണ്ടാവില്ലേ ആദ്യം ഡ്രസ്സ് എടുക്കാൻ? എഴുന്നേറ്റ് നേരെ നിൽക്കാൻ പോലും പറ്റാത്ത അവൻ എങ്ങനെ വരാനാ? അവനുണ്ടാവില്ല. അതേതായാലും നന്നായി, റീനു സന്തോഷത്തോടെ പറഞ്ഞു. ഗേറ്റ് കടന്നു വരുന്ന കാറിൻ്റെ ശബ്ദം കേട്ടതും ജിനു ഉമ്മറത്തെത്തി. കാറിൽ നിന്നിറങ്ങുന്ന റീനുവിനെ കണ്ട് ചിരിയോടെ ജിനു അവളെ സ്വീകരിച്ചു. ജിനുവിൻ്റെ ആ മാറ്റം ഉമ്മയെ നോക്കി കാണുന്നുണ്ടായിരുന്നു. റീനു വന്ന ഉടനെ ഉമ്മാക്ക് പറയാനുള്ളത് ഷാഹിയുടെ കാര്യമായിരുന്നു. കണ്ണീരോടെ അവൻ്റെ കാര്യം പറയുമ്പോൾ റീനു മനസ്സിലോർത്തു. ഓ, മകൻ പുണ്യാളനൊന്നല്ലല്ലോ, കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചതല്ലേ. അപ്പോൾ അവൻ ഇതൊക്കെ അനുഭവിച്ചേ പറ്റൂ എന്ന്. നിനക്ക് കാണണ്ടേ അവനെ? മോളു വാ, അവൻ ദേ ആ റൂമിലുണ്ട്. താല്പര്യമില്ലാതെയാണ് റീനു ഉമ്മാക്കൊപ്പം അവനെ കാണാൻ റൂമിലേക്ക് പോയത്. ഹോസ്പിറ്റലിലൊന്നും പോയില്ലേ? അവൻ്റെ കിടപ്പ് കണ്ട് എന്തെങ്കിലും ചോദിക്കണ്ടേ എന്ന് കരുതി റീനു ചോദിച്ചു. അവൻ വന്നാലല്ലേ കൊണ്ടുപോകാൻ പറ്റൂ. ഇന്നു മുതൽ ഒരേ കിടപ്പാ. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. പേരിന് അല്പം വെള്ളം കുടിച്ചു അല്ലാതെ. ഇങ്ങനെ കിടന്നാൽ എൻ്റെ കുട്ടി എങ്ങനെ എണീറ്റ് നടക്കും? അമ്മ തലയിലെ തട്ടം കൊണ്ട് കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. എത്ര കിട്ടിയാലും ഇവൻ്റെ വൃത്തികെട്ട സ്വഭാവം മാറില്ലല്ലോ. അതുകൊണ്ട് ഇതുപോലെ പലരുടെയും കയ്യിൽ നിന്ന് കിട്ടണം, എന്നാലേ ഇവൻ പഠിക്കൂ. കുറച്ച് സമയം റീനു അവിടെ നിന്നതിന് ശേഷം പുറത്തേക്കിറങ്ങി. ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം റീനു ജിനുവിനൊപ്പം തന്നെയായിരുന്നു. ഒരു 7 മണിയോടെ ഷാനു വീട്ടിലെത്തി. അവൻ കയറി വരാൻ നേരമില്ലാതെ ഉമ്മാക്ക് പറയാനുള്ളത് ഷാഹിയുടെ കാര്യമായിരുന്നു. കയ്യിലിരിപ്പും കൊണ്ട് സംഭവിച്ചതല്ലേ, വൈകിൽ ഹോസ്പിറ്റലിൽ പോകാൻ പറയണം, അല്ലാതെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഷാനു പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഉമ്മ ഒന്നും പറയാൻ പോയില്ല. ഞാനായിട്ടാണ് അവനെ കൊല്ലാതെ വിട്ടത്. ശവം പോലെ കുറച്ച് ദിവസം അവിടെ കിടക്കട്ടെ, അപ്പം പഠിച്ചോളും. ദേഷ്യത്തോടെ പിറുപുറത്ത് കൊണ്ടവൻ റൂമിലേക്ക് കയറി. ഇതെല്ലാം കേട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു ഷാഹി. ഇപ്പോൾ അവൻ ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട്. എന്തിനായിരുന്നു എല്ലാം അവൻ സ്വയം ചോദിച്ചു പോയി. ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും ജിനുവിൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണം. ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിൽ സമാധാനം കിട്ടില്ല. ഒലിച്ചിറങ്ങുന്ന കണ്ണീർ തുള്ളികളെ തുടച്ചു മാറ്റി അവൻ കണ്ണുകൾ ഉയർത്തുമ്പോൾ മുൻപിൽ അവനെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന ഷാനുവിനെ കണ്ട് ഒരു വേള അവൻ നെട്ടിപ്പോയി. ഓഹോ, എന്താ ഷാഹി, എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ വരുമോ? അതിനുള്ള അർഹതയുണ്ടോ നിനക്ക്? ഇനി എന്നെ ഒന്നും ചെയ്യരുത്, അവൻ കൈകൂപ്പി കണ്ണീരോടെ പറഞ്ഞു. അതിന് ഷാനു അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചു. എനിക്ക് വേണമെങ്കിൽ ഇന്നലെ രാത്രിയോടെ തന്നെ നിന്നെ തീർക്കാമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്യാത്തത് എന്താണെന്നറിയോ? എൻ്റെ ജിനുവിനെ ഓർത്താ. നിന്നെപ്പോലെ ഒരു നാറിനെ കൊന്ന് ജയിലിൽ പോയാലേ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്നെ ഓർത്ത് എൻ്റെ പാവം പെണ്ണ് നീറി ഇവിടെ കിടന്നു തീരും. ആ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ കൊല്ലാതെ വിട്ടത്. നിന്റെ ശരീരത്തിൽ ശേഷിച്ച ഈ ജീവൻ എൻ്റെ പെണ്ണിൻ്റെ ഔദാര്യമാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും നിനക്കുള്ള ശിക്ഷ കഴിഞ്ഞു എന്ന് നീ കരുതണ്ട. വിടില്ല നിന്നെ ഞാൻ കാല് പിടിക്കാൻ ഷാനു. ഇനി എന്നെ ഒന്നും ചെയ്യരുത്. ചെയ്തു പോയ തെറ്റുകളെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞ് ജിനുവിൻ്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞോളാം. ആർക്ക് വേണ്ടടാ എൻ്റെ മാപ്പ്?
മാപ്പ് പറഞ്ഞ് അവൾക്ക് മുൻപിലേക്ക് വന്നാൽ വെട്ടിയരിയും നിന്നെ ഞാൻ. അവളുടെ നീയൽ വട്ടത്ത് പോലും നിന്നെ കണ്ടുപോകരുത്. നിന്റെ വിവാഹം വരെ നിനക്ക് ഇവിടെ തുടരാം. അത് കഴിഞ്ഞാൽ ഇറങ്ങിക്കോണം ഇവിടുന്ന്. എനിക്കും അവൾക്കും ഇവിടെ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിലേ നിന്നെപ്പോലെയുള്ള കീടങ്ങൾ ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങണം. ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല ഷാനു, എന്നെ വിശ്വസിക്കാം. ചീ നിർത്തടാ. ഇനി നീ വായ തുറന്നാൽ കൊല്ലും നിന്നെ ഞാൻ വിശ്വസിക്കണമല്ലേ? എങ്ങനെയാണ് ഞാൻ നിന്നെ വിശ്വസിക്കേണ്ടത്? പറയടാ. അവനെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ച് ശക്തിയോടെയുള്ള ഷാനുവിൻ്റെ ആ പിടുത്തത്തിൽ വേദനയാൽ അവൻ ഉയർന്നുപോയി. വേദനിച്ചോ നിനക്ക്? നീ ഇനിയും വേദനിക്കും. നിന്നെ ഞാൻ വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കും. നാളെ ഡ്രസ്സ് എടുക്കാൻ വരാൻ നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ? പക്ഷേ ഒന്ന് നേരെ നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത നീ എങ്ങനെ വരും? എല്ലാം അറിഞ്ഞിട്ട് തന്നെയാടാ ഈ പണി നിനക്ക് ഞാൻ ചെന്നത്. ഞങ്ങളവിടെ ഡ്രസ്സെടുത്ത് അടിച്ചു പൊളിക്കുമ്പോൾ ശവം പോലെ നീ അവിടെ കിടക്ക്. എൻ്റെ പെണ്ണിനോട് കളിക്കുമ്പോൾ നീ ആലോചിക്കണമായിരുന്നു എന്തെങ്കിലും ഒരിക്കൽ എല്ലാം ഞാൻ അറിയുന്നൊരു ദിവസം വരുമെന്ന്. നിനക്ക് എന്തിനെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ ഇവിടെ? നീ പറയുന്നതെല്ലാം ഞാൻ സാധിപ്പിച്ചു തന്നിട്ടില്ലേ? നീ എൻ്റെ കൂടെപ്പിറപ്പല്ലാഞ്ഞിട്ട് പോലും സ്വന്തം കൂടെപ്പിറപ്പിനെ പോലെ തന്നെയല്ലേ നിന്നെ ചേർത്ത് പിടിച്ചത്, സ്നേഹിച്ചത്? എന്നോട് നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി? അത് പറയുമ്പോൾ ഷാനുവിൻ്റെ ശബ്ദം ഇടറി. മാപ്പ്. രണ്ടു കൈയും കൂപ്പിക്കൊണ്ട് ഷാഹി നിറക്കണ്ണുകളുടെ ഷാനുവിനെ നോക്കി പറഞ്ഞു. മോനെ, ആദ്യം ഈ ഡോർ ലോക്ക് ചെയ്തത്? ഉമ്മാൻ്റെ ശബ്ദം കേട്ടതും ഷാനു വേഗം പോയി ഡോർ തുറന്നു. ഹാ, മോനെ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇവനോട് ഇവന് എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചറിയാൻ വന്നതാ. എന്നിട്ട് അവന് എന്തെങ്കിലും പറഞ്ഞോ മോനെ? ഇന്നലെ രാത്രി വരുമ്പോൾ ആരും ഇവനെ അടിച്ചതാ. ഷാനു അത് പറഞ്ഞപ്പോൾ ഷാഹി ഒന്ന് നെട്ടി. അടിച്ചതോ? എന്തിനെ? ഉമ്മ നെട്ടലോടെ ചോദിച്ചു. ഇവൻ പറയുന്നത് ആള് മാറി അടിച്ചതാണെന്നാ. ഇനി നീ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചു ഷാഹി? ഉമ്മ ആദ്യയോടെ ചോദിച്ചു. ഉമ്മ ചോദിക്കുന്നതിന് ഒന്നും മിണ്ടാതെ കിടക്കുകയാണ്. കാരണം അവന് മുമ്പിൽ പറയാൻ മറുപടികളില്ല. പറയാൻ പറ്റില്ല ഉമ്മ. ചില സമയം ഇവൻ്റെ സ്വഭാവം വളരെ നാറിയ സ്വഭാവമല്ലേ? ഇനി അങ്ങനെ ആരെങ്കിലും എടുത്ത് പെരുമാറിയതാണോ എന്നറിയില്ല. വെറുതെയല്ല മുറിവൊന്നും കാണാത്തത്. അടിയുടെ ശക്തിയിൽ ഉള്ളു കലങ്ങിപ്പോയി കാണും. അതാണ് ഇവന് മൂത്രം പോകുന്നില്ലെന്ന് പറഞ്ഞത്. എങ്ങനെ മൂത്രം പോവും? ഞാൻ കൊടുത്തത് മർമ്മം നോക്കിയല്ലേ? ഇവൻ്റെ പെൺവീട്ടുകാരെ ഇതൊന്നും അറിയണ്ട. അവർ ഈ ബന്ധം തന്നെ വേണ്ടാന്ന് വെക്കും. അത് കേട്ട് ഉമ്മയും ഷായും ഒരുപോലെ നെട്ടി. മുടക്കൊന്നും കൂടാതെ കല്യാണം നടന്നു കിട്ടിയാൽ ഭാഗ്യം. രണ്ടുപേരുടെയും മർമ്മത്തിൽ കുത്തിക്കൊണ്ട് ഷാന് വിജയച്ചിരിയോടെ പുറത്തേക്കിറങ്ങി. എന്നോട് കളിച്ചാൽ എങ്ങനെയിരിക്കും? ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.